അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ആ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അൽഹംദുലില്ലാ നന്നായി പോകുന്നു. അല്ല, അത് നമ്മുടെ പാത്തുമല്ലേ പോകുന്നേ? ആ ശരിയാണല്ലോ, അത് നമ്മുടെ പാത്തുമ്മയല്ലേ? അവളാകെ മാറിപ്പോയി അല്ലേ? അവളുടെ വിചാരം അവൾ എന്ത് വലിയ ആണെന്ന. ഒന്നുമല്ല നീ, പക്ഷെ അവളുടെ നടപ്പും ഭാവവും എല്ലാം കണ്ടു കഴിഞ്ഞ എൻ്റെ അമ്മോ, എന്തൊക്കെയോ പഠിച്ചു എന്തൊക്കെയോ നേടി എന്നും പറഞ്ഞു ഇത്രയും അഹങ്കാരവും ഇതൊക്കെ നശിച്ചു പോത്തുള്ളൂ. കാണുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ഒക്കെ തന്നെ, പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല. അത്ര പ്രാകുന്നോ? ഫ്രണ്ടാണ് പോലും. നീയൊക്കെയാണോ ഫ്രണ്ട്? ഓക്കെ, ലൈഫിൽ നീ എന്താണ് അച്ചീവ് ചെയ്തത് കേക്കട്ടെ? മിണ്ടാവുന്നില്ലേ? അത് പിന്നെ എൻ്റെ ലൈഫിൽ എന്ത് നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും നേടിയില്ല. അങ്ങനെ പറ, അതാണ് റീസൺ അല്ലേ? നമുക്കൊന്നും നേടാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവരെ കാണുമ്പോൾ അസൂയക്ക് മരുന്നില്ല കേട്ടോ. ഓ, നീ ഇപ്പം അങ്ങ് പ്രാഗിക്കഴിഞ്ഞാൽ അവൾ ഇപ്പം അങ്ങ് നശിച്ചു പോകും. അവള് ഉയരങ്ങളിലേക്ക് പോവുകയും ചെയ്യും, നീ അത് നോക്കി ഇങ്ങനെ ഇരുന്ന് പറയുകയും ചെയ്യും കേട്ടോ. അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇടി, നീ പറഞ്ഞ അത് നിനക്ക് തന്നെയാണ് ബാധിക്കുന്നത്. നിന്റെ വാല്യൂ ആണ് നഷ്ടപ്പെട്ടു പോകുന്നത്. നീ തന്നെയാണ് ഇല്ലാണ്ടായി പോകുന്നത്. അതായത് ഇപ്പം നീ പറഞ്ഞ കാര്യങ്ങൾ നീയും ഞാനും മാത്രമല്ല കേട്ടിരിക്കുന്നത്, ഒരാളും കൂടെ സാക്ഷിയാണ്. ആര്? നിന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് നിന്റെ റബ്ബില്ലേ? റബ്ബ്. നിന്നെപ്പോലെ കുറേ പേരുണ്ട് ഇവിടെ, ഒരു കൂട്ടം സമൂഹം ഉണ്ട് ഇവിടെ. മനുഷ്യന്മാരുടെ കുറ്റവും കുറവും പ്രാഗിയും ഒക്കെ ജീവിക്കുന്ന കുറേ മനുഷ്യന്മാർ. അവരുടെ വിചാരം അവർ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം സീക്രട്ടാണെന്നാണ്. പക്ഷേ ഒരാൾ കാണുന്നുണ്ട്. ആ ഒരാൾ കണ്ടാൽ മതി, കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അതായത് നാളെ ഒരിക്കൽ ഇതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? ഉത്തരം പറയേണ്ടി വരും റബ്ബിൻ്റെ മുമ്പിൽ നിന്ന്. നിങ്ങൾ ചെയ്യുന്ന ഓരോ മോശമായ പ്രവർത്തികൾക്കും നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. അത് വിചാരിച്ചിട്ടാണ് ഇനി പറയാൻ കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നിനക്ക് എന്ത് മനസ്സിലായി? 1, ഇത് മേലിൽ ആവർത്തിക്കാൻ പാടില്ല. 2, ഇതൊക്കെ പോയി സംസാരിക്കുമ്പോൾ നിന്റെ റേഞ്ചിലുള്ള ആളോട് പോയി സംസാരിക്കുക. ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ.